ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മുടി കൊഴിച്ചിലൊക്കെ മാറാനും മുടി നന്നായിട്ട് വളരാനും മുടിക്ക് ഉള്ളു വയ്ക്കാനും ഫ്രിസി ആയിട്ടുള്ള ഹെയറൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാനും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെയർ മാസ്കാണ്. നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കുറച്ച് യൂസ് തന്നെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് തന്നെ കിട്ടും. ചിലർക്ക് 1-2 യൂസ് തന്നെ മാറ്റം അറിയാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും യൂസ് ചെയ്യുന്നതെന്നും ഒക്കെ നോക്കാം. ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദി യൂസ് ഹാപ്പി വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അതിനു മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോസൊക്കെ കണ്ടിട്ട് ഇഷ്ടമാവുകയെന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഹെയർ മാസ്ക് ഉണ്ടാക്കാൻ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് ചെറിയ ഉള്ളിയാണ്. ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വലിയ ഉള്ളി വേണമെങ്കിലും എടുക്കാം. കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ചെറിയ ഉള്ളിയാണ്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു കറ്റാർവാഴയുടെ തണ്ടാണ്. വീട്ടിലുള്ള കറ്റാർവാഴ തന്നെ എടുക്കാൻ നോക്കുക കേട്ടോ. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് ചെമ്പരത്തിയാണ്. ഇതൊക്കെ എല്ലാവരുടെയും വീട്ടിൽ ഉണ്ടാകുന്നത് തന്നെയാണ്. ചെമ്പരത്തിയൊക്കെ നമ്മുടെ മുടിക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഞാൻ 2 ചെമ്പരത്തി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറിവേപ്പിലയാണ്. അപ്പോൾ ഞാനൊരു 4-5 തണ്ട് കറിവേപ്പിലയാണ് എടുത്തിട്ടുള്ളത്. ഇത്രയും ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മുടെ ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. ഇപ്പോൾ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം നമ്മുടെ മുടിക്ക് നല്ലതായിട്ടുള്ളതാണ്. ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ഗുണങ്ങളാണ് നമ്മുടെ മുടിക്ക് ഇത് നൽകുന്നത്. അപ്പോൾ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടി ഞാൻ എല്ലാ ഇൻഗ്രീഡിയൻസും നല്ലപോലെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു മിക്സിയുടെ ജാറിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം. അപ്പോൾ തൊലി കളഞ്ഞിട്ടുള്ള ചെറിയ ഉള്ളി ആദ്യം മിക്സിയിലിട്ട് കൊടുത്തു. അതിനുശേഷം കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഉള്ളിയിൽ സൾഫർ കണ്ടൻറ്റ് കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇത് മുടി കൊഴിച്ചിൽ കുറയ്ക്കും. പുതിയ മുടികൾ വളരാനും സഹായിക്കുന്നതാണ്. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും പുതിയ മുടികൾ വളരാനും മുടി നല്ല ഹെൽത്തി ആയിട്ടും സ്ട്രോങ് ആയിട്ട് ഇരിക്കാനൊക്കെ സഹായിക്കും. പിന്നെ ചെമ്പരത്തിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചെമ്പരത്തി നമ്മുടെ മുടി നല്ല സ്മൂത്ത് ആക്കിയിട്ട് വയ്ക്കും. ഫ്രിസി ആയിട്ടുള്ള മുടിയൊക്കെ ഒന്ന് ഒതുങ്ങിയിരിക്കാനും മുടിക്ക് നല്ല കറുപ്പ് കളർ കിട്ടാനും പുതിയ മുടികൾ വളരാനും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പോൾ ഓരോന്നിൻ്റെ ആയിട്ട് ഗുണങ്ങൾ പറയണമെന്നില്ല. ഇതിലെടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ മാറാനും ഒക്കെ സഹായിക്കുന്നത് തന്നെയാണ്. പിന്നെ എടുത്തു വെച്ചിട്ടുള്ള കറ്റാർവാഴയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ എല്ലാ ഇൻഗ്രീഡിയൻസും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. വെള്ളമൊന്നും ചേർക്കരുത്. ഈ ഒരു കറ്റാർവാഴയിലുള്ള വെള്ളം കൊണ്ട് തന്നെ അത് നന്നായിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു കളറിലായിട്ടാണ് വന്നിട്ടുള്ളത്. ഇതിനി ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് ഏറ്റവും നല്ലത് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഹെയർ മാസ്കുകളൊക്കെ എപ്പോഴും അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യുന്നതാണ് സേഫ് കേട്ടോ. അല്ലെങ്കിൽ നമ്മളത് തല കഴുകുന്ന സമയത്ത് നന്നായിട്ട് കഴുകി കളഞ്ഞിട്ടില്ലെങ്കിൽ ഇതിൻ്റെ പൊടിയൊക്കെ ഇരുന്നിട്ട് പിന്നീട് താരനായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് അരിച്ചെടുത്തിട്ട് യൂസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ ഹെയർ മാസ്ക് എല്ലാം അരിച്ചെടുത്തു. ഈ ഒരു അളവിലാണ് കിട്ടിയിട്ടുള്ളത്. ഇതിപ്പോൾ നമുക്ക് സ്കാൽപ്പിലേക്ക് യൂസ് ചെയ്യാനേ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ഫുള്ളായിട്ട് മുടി മൊത്തമായിട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും കുറച്ച് കൂടുതലായിട്ട് അളവിലെടുക്കുക. എന്നാൽ നമുക്ക് മുടിയിൽ മൊത്തമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ഹെയർ പാക്കും ഹെയർ മാസ്കും ഒക്കെ യൂസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ തലയിൽ എണ്ണ തേച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു എണ്ണയാണ്. ഇത് ആവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ സ്ക്രീനിൽ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിലൊന്ന് കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഈ ഒരു എണ്ണ തേച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഈ ഒരു ഹെയർ മാസ്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കുന്നത് അത് തേച്ച് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ഒരു ഹെയർ മാസ്ക് നിങ്ങൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ആദ്യം നമ്മൾ സ്കാൽപ്പിലാണ് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത്. സ്കാൽപ്പിൽ ഫുള്ളായിട്ട് അപ്ലൈ ചെയ്തിട്ട് ബാക്കിയുള്ളത് മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 20 മിനിറ്റോ അല്ലെങ്കിൽ അരമണിക്കൂറോ നിങ്ങൾക്ക് വെച്ചിരിക്കാവുന്നതാണ്. അരമണിക്കൂറിന് ശേഷം കുളിക്കുന്ന സമയത്ത് കഴുകി കളയുക. ഇങ്ങനെയാണ് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യേണ്ടത്. പിന്നെ കഴുകുന്ന സമയത്ത് ഷാമ്പൂ സോപ്പോ ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. വെറും വെള്ളം ഉപയോഗിച്ചിട്ടാണ് കഴുകിയെടുക്കേണ്ടത്.
ഒന്നിടവിട്ട ദിവസങ്ങളിലായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഹെയർ മാസ്ക് യൂസ് ചെയ്യാവുന്നതാണ്. എല്ലാ ദിവസവും യൂസ് ചെയ്യണമെന്നില്ല, കാരണം നമ്മൾ എടുത്തിട്ടുള്ള ചില ഇൻഗ്രീഡിയൻസ് ഒക്കെ തണുപ്പുള്ളതാണ്. അപ്പം മഴക്കാലത്ത് തണുപ്പുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് ജലദോഷം അങ്ങനെ പനിയൊക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉള്ളതുകൊണ്ടാണ് നമ്മൾ പറയുന്നത്. പിന്നെ മുടി ഉണങ്ങി കിട്ടാനും ടൈം എടുക്കും തണുപ്പുള്ളതായിരിക്കുമ്പോൾ. 8 വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കും എത്ര പ്രായമായിട്ടുള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഏറ്റവും സേഫ് ആയിട്ടുള്ള ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഹെയർ മാസ്ക് ആണിത്. അപ്പോൾ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം നിങ്ങളുടെ മുടിക്ക് നല്ലതാണെന്ന് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് നിങ്ങൾ ഏതെങ്കിലും ഹെയർ പാക്കോ ഹെയർ മാസ്കോ ഉണ്ടാക്കിയിട്ട് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റിലൂടെ അറിയിക്കണേ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്